റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അന്തിയുറങ്ങിയിരുന്ന രാജനെ കൊണ്ടുപോകാൻ ട്രോമ കെയർ പ്രവർത്തകർ എത്തി. പക്ഷേ രാജന്റെ യാതനകൾക്ക് അറുതിയായില്ല. ഏറെ നാടകീയവും വൈകാരികവുമായ രംഗങ്ങളാണ് രാജന്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നത്. ദിവസങ്ങളോളമായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന രാജനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വെട്ടം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വെട്ടം വാർത്തയെ തുടർന്നാണ് ജില്ലാ ട്രോമ കെയർ സെന്ററിലെ വളണ്ടിയർമാർ രാജനെ അന്വേഷിച്ചെത്തിയത്. പോലീസിന്റെ അനുവാദത്തോടെ രാജനുമായി സംസാരിച്ചു. മക്കളുടെ വീട്ടിലേക്ക് പോവാൻ പക്ഷേ രാജൻ വിസമ്മതിച്ചു. അങ്ങോട്ട് താനില്ലെന്ന് ഉറച്ചു പറഞ്ഞ രാജന് പക്ഷേ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വൃദ്ധസദനത്തിലേക്ക് മാറ്റണമെങ്കിൽ ബന്ധുക്കളുടെ അനുമതി പത്രം ആവശ്യമാണെന്നിരിക്കെ മക്കളുടെ വീടുകളിൽ കൊണ്ടാക്കാമെന്നത് സമ്മർദ്ദത്തിനൊടുവിൽ രാജൻ സമ്മതിച്ചു. ഒടുവിൽ വളണ്ടിയർമാരോടൊപ്പം മക്കളുടെ വീട്ടിലേക്ക്. മക്കളുടെ വീട്ടിലെത്തിയ അനുഭവം ട്രോമ കെയർ വളണ്ടിയർ റഹ്മത്ത് പറയുന്നത് ഇങ്ങനെ: ഞങ്ങൾ പറഞ്ഞ അവരങ്ങനെ വഴിയിലിടാൻ പറ്റൂല, അവർക്ക് നിങ്ങൾ മക്കളൊരു സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ഭാഗത്തുനിന്ന് കിട്ടിയത് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാമെന്നുള്ളതാണ്. അവരൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളവരെ തവനൂർ കൊണ്ട് ഏർപ്പാടാക്കി അവിടെ ഏൽപ്പിച്ചു കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമുണ്ട്. ഞങ്ങൾ 4 മക്കൾ കൂടിയിരുന്ന് തീരുമാനിച്ചിട്ട് വിവരമറിയിക്കാം നിങ്ങളെ. അത് കഴിഞ്ഞ് നിങ്ങളെ ബന്ധപ്പെടാം. രാജൻ ഇന്നും റെയിൽവേ സ്റ്റേഷന് തൊട്ടുമുൻപിലുള്ള ട്രാൻസ്ഫോമറിന് താഴെ കിടന്നുറങ്ങും. വെട്ടം ന്യൂസ്, തിരൂർ.